1 2 3 4 5 6 1 2 3 4 4 4 വീണ്ടും കളിച്ചോ 3 അയ്യോ ഇവ രക്ഷപ്പെട്ടു 1 2 3 4 I am the winner. പഴയ പാമ്പാണ് അതുകൊണ്ട് ഈ കളി എങ്ങനെയോ ജയിച്ചു കേട്ടാ. അങ്ങനെ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. എൻ്റെ രാവിലത്തെ ഉറക്കമൊക്കെ പോയി, രാവിലെ വീണ്ടും വന്നിരിക്കുകയാണ്. അലാറം കാർത്തിക്കാൻ അലാറം ഇന്നലെ എന്നെ ചതിച്ചു, വഞ്ചിച്ചു, പിന്നെ ഉറങ്ങി കിടക്കുന്ന ക്രൂരത കാണിച്ചു. സുഖമായിട്ട് ഉറങ്ങി കിടന്നു. രാവിലെ 5:30 ഞാൻ ഫോൺ വിളിച്ച് എന്റെ ഊപ്പാട് വന്നു. 8 മിസ് കോൾ. സനുബ്രോയ്ക്ക് വ്ലോഗ് എടുക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ റെഡി ആയിട്ട് അവിടെ കോർപ്പറേറ്റ് അവന്യൂ വാക്ക്വേയിൽ പാരാ നടക്കുകയായിരുന്നു. 5:30 6:30 വരെ ഞാൻ വെയിറ്റ് ചെയ്തു സനുബ്രോയ. 4 മണിക്ക് ഉറങ്ങിയ ഞാൻ 5:30 എണീച്ച് പോണത്. ഞാൻ ഫിഫയൊക്കെ കണ്ട് ഗൈസ്, ഇപ്പൊ ഇൻസോമിനിയാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഉറങ്ങി കിടന്നപ്പം ഞാൻ അറിഞ്ഞ പോലും ഇല്ല ആരാണ് എന്നെ വിളിക്കുന്നതെന്നോ, ആരെങ്കിലും വന്ന് എന്നെ കുലിക്കാൻ പോലും ഞാൻ എണീക്കില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇന്നലെ നടക്കാൻ പോകാൻ പറ്റില്ല ഗൈസ്. ഞാൻ എന്നിട്ട് പിന്നെ എന്താ പറയുക, ടയേർഡായിപ്പോയി. അതുകൊണ്ട് എണീക്കാൻ പറ്റിയില്ല. അപ്പൊ അവൻ പോയി നടന്ന് സെറ്റായിട്ടുണ്ട്, അത് മതി. എനിക്ക് പകരം അവൻ നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗൈസ് രാവിലെ വന്ന് എവളും പോയി. അപ്പം എങ്ങനെയെങ്കിലും ഇത് ജയിച്ച് സെക്കൻഡ് ആയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. 3 പാമ്പാണ്, പഴയ പാമ്പാണ്. പാമ്പുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അവന്. ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. ആരാ കളി അടുത്ത്? നിന്റെയാണോ? സുഹൃത്തുക്കളെ, പോരാട്ടം നടക്കുകയാണ്. 3 ഓ, വർഷയും സനുബ്രോയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിൽ ആരായിരിക്കും എന്നറിയാനായിട്ടുള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. സനുബ്രോ 1 2 3 4 5 വീണ ജയിക്കും, നീ 1 2 3 4 വീണ ജയിക്കും. നിന്റെ തന്നെ കളി ഒന്നുകൂടെ കളിച്ചു. കമോൺ വർഷ, കമോൺ. 3. അയ്യോ, ഓ നോ. സെക്കൻഡ് സ്ഥാനം നിനക്ക് കിട്ടിയിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും പാമ്പിനെ മറ്റേ ബ്രൈബ് ചെയ്തിട്ട് വന്നേക്കാണ്. പാമ്പിന്റെ തലയിൽ ഇരിക്കണേ. എനിക്ക് 2 കിട്ടണം. എനിക്ക് 2 വേണം. ഇല്ല, ഒന്നല്ല. അയ്യോ, ഓ നോ. വൃത്തികെട്ട കളി കേട്ടാ. ബോർഡിന് എന്തോ കുഴപ്പമുണ്ട്. ബോർഡ് സർവീസ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. ബുൾഷിറ്റ്. എവിടെ 2? ഇന്ന് മൊത്തം കളിച്ചോണ്ടിരിക്കുകയാണ്. അറിയാത്ത കണക്ക് ഞാൻ ക്യാമറ ഓൺ ആക്കിയിലിരുന്ന ആൾക്കാർ ഇത് മനസ്സിലാക്കൂലായിരുന്നു. അയ്യോ, ഈ ഒന്നാണ് എന്നെ ചതിച്ചത്. നമ്പർ 1 ആവാനുള്ള എന്റെ ശ്രമത്തിൽ 1 ചതിച്ച്. സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഓഡോറിവർ കളിച്ച് ജയിച്ചാ പോരെ? അതായിരിക്കും എനിക്കും തോന്നുന്നു. ആ പാമ്പിന് എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരു ജിം എക്യുപ്മെന്റ് വാങ്ങാനായിട്ട് വന്നതാണ്. ജിം എക്യുപ്മെന്റ് അല്ല, ഒരു വാക്ക് പാഡ്. അപ്പൊ ഇത് തീർന്നാലേ അതിന് പോകാൻ പറ്റുള്ളൂ. എന്നെ കൊണ്ടൊന്ന് ഈ യൂണിവേഴ്സിലാക്കിയിട്ടായിരുന്നു രസിക്കുന്ന വയ്യാണ്. എന്റെ രാവിലെ ഉറക്കം എണീപ്പിച്ച് വന്നിട്ട് ഈ പാമ്പും കോണിയിൽ തോപ്പിച്ചിട്ട് നിൽക്കണ വയ്യാണ്. യവൻ പഴയ പാമ്പാണ്, എനിക്കത് ഉറപ്പാണ്. പാമ്പുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ബെൻബലത്തിൽ അപ്പൊ ഏണിയൊന്നും കയറി ഞാൻ കണ്ടില്ല. പക്ഷെ പാമ്പ് ഭയങ്കരമായിട്ട് ഇവനായിട്ടൊന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി. അതുകൊണ്ട് എവനെ വിഴുങ്ങിയില്ല. അവനെ ഒരു പ്രാവശ്യം വിഴുങ്ങി ആ പാമ്പ്. എന്നെ പണ്ടാരടങ്ങാണ്ട് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. എന്തോ കൂടോത്ര ഇതിൻ്റെ അകത്തുണ്ട് കേസ്. അപ്പൊ എന്തായാലും ഇന്ന് അവൻ എന്തോ ജിം എക്യുപ്മെന്റ് വാങ്ങിക്കാൻ, ഇപ്പൊ വാക്ക് പാഡ് വാങ്ങിക്കാൻ പോണ കേസ്. പിന്നെ എന്തെങ്കിലും കഴിക്കാം. നമുക്ക് എന്തോ നക്ഷത്രം പോകണം നിങ്ങൾ. അപ്പോൾ നോക്കാൻ കഴിച്ചു. ഇന്ന് കുറച്ച് നാളായല്ലോ ഗുരുവിൻ്റെ കൂടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ പോയി അത് ഊണ് കഴിച്ചിട്ടാണ് കഴിച്ചു. അപ്പോൾ കഴിച്ച് ഇതാണ് എൻ്റെ ആരോഗ്യമായ ഭക്ഷണം. പൂരിയും ബ്രെഡും മുട്ടയും. അപ്പം ഇതും കഴിച്ചിട്ട് വേണം പോകാൻ. പൂരി ജസ്റ്റ് എവർക്ക് ഉണ്ടാക്കിയതാണ്. ഞാൻ ഇപ്പോൾ ഹെൽത്തിയാണ്. ഒരെണ്ണം എൻ്റെ കൊതിയിലതിൽ ഞാൻ ഓർഡർ എടുത്ത് കഴിച്ചത്. അല്ലെങ്കിൽ ഞാൻ ബ്രെഡും മുട്ടയാണ് കഴിക്കാന്നുള്ള പ്ലാൻ ഇരുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിച്ചിട്ട് അവരെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ജിമ്മ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കണ്ട് മോട്ടിവേറ്റഡ് ആവട്ടെ. ഇന്ന് പോകാനുള്ള ഇന്ന് ഞാൻ മുങ്ങി. ട്രെയിനറിനെ വരണ്ടെന്ന് പറഞ്ഞു. അവർ വന്ന് വിളിച്ച് ഇറക്കിയത് കൊണ്ട് ഇന്നത്തെ ദിവസത്തെ വർക്കൗട്ടില്ല, നാളത്തേക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് മേടിച്ചിട്ട് ഇവരെ ഇന്നൊരു ക്ലേ വർക്ക്ഷോപ്പിന് കൊണ്ടുപോകണം കഴിച്ചു. ക്ലേ വർക്ക്ഷോപ്പിൽ എന്തതിൻ്റെ പേര്? ഫോം ക്ലേ മോഡലിംഗ്. അപ്പോൾ അത് പനമ്പള്ളിയിൽ ഒരു കുട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇന്നലെ അവർക്ക് 2 സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം അവിടെ കൊണ്ടുപോയിട്ട് ഇതെന്തോ ക്ലോസറ്റിൻ്റെ ഒക്കെ സൗണ്ട് വയ്ക്കാറ് വ്ളോഗ് ചെയ്തില്ല. യവനാണ് യവൻ.
എന്താ പറഞ്ഞത് അപ്പം ക്ലേ മോഡലിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട് ഗൈസ് വൈകുന്നേരം. അപ്പം അത് ഞാൻ ഇവരെ കൊണ്ട് വിട്ടിട്ട് മിക്കവാറും കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ബൈറ്റ് ഗൈസ്, ഭർത്താവ് ഭാര്യയെ തൂക്കി തറയടിച്ചു. രണ്ടും കൂടെ ഡാൻസ് കളിച്ച് പൊത്തോന്ന് വീണ്. ഇതാണ് വേണ്ടാത്ത പണിക്ക് പോയല്ലേ പോലെന്നാണ്. രണ്ടും കൂടെ കാണിച്ചു ഇവ ഇത് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതാ ഇങ്ങനെയൊക്കെ എന്താ അതുകൊണ്ട് അവിടെ ഡാൻസ് അടുത്ത് വീഴാൻ വേണ്ടി ഡാൻസ് കളിക്കും. ഓ മൈ ഗോഡ് ഗൈസ്, അവരെ കൊണ്ട് വേറെ രസം. ഞാനും കൂടെ സ്കൂട്ടിയിൽ പോയിട്ട് വരുമായിരുന്നു. അപ്പൊ തിരിച്ച് വണ്ടി കൊണ്ട് എവിടെ വീടിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി ജീൻസ് ലൂസ് അല്ലേ. ഓ അത് ചവിട്ടി അപ്പൊ നിനക്കിത് ശീലമായി. ഇതൊരു സ്ഥിര പരിപാടിയാണ് കേസ്. അപ്പൊ കുഴപ്പമില്ല, ശീലമായിക്കോളും. ദിവസം വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഒട്ടകം കുടിക്കണമെന്നൊരു വലിയ എന്താണ് ഇത് മറ്റവളെ ചെക്ക് നോക്കിട്ട് ഇത് രണ്ടുപേരും രണ്ട് വലിയ കന്നാസ് പോലത്തെ സാധനം കൊണ്ടാണ് നടക്കുന്നത്. വൻ വെള്ളം കൂടി തന്നെ കേട്ടാ. ഈ സമയം നോക്കിയാ ഞാനാണെങ്കിൽ വെള്ളം പോലും കുടിക്കാത്ത ആളാണ്. ഇത് 3.5 ലിറ്ററിന്റെ കുപ്പിയാണ്. എന്റെ പൊന്നും, എനിക്ക് ഇത്രയും കൂടെ കുടിച്ചാൽ മതി. ഒരു ദിവസം ഇത് മാത്രം കുടിച്ചാൽ മതി അല്ലേ? ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്? ഇല്ല, ഇത് ഓൺലൈൻ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഓ അയച്ചാ. ഇത് എങ്ങനെയെങ്കിലും ഞാൻ വെള്ളം കുടിക്കാൻ നോക്കട്ടെ. പ്രോഡക്റ്റ് ടാഗ് ചെയ്തു. എന്തായാലും ഈ കന്നാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. വാങ്ങിക്കാം. അപ്പൊ നമ്മള് ജിം എക്യുപ്മെന്റ് എന്തോ നടക്കാൻ പോകുന്ന വാക്ക് പാഡ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ അതെവിടെ കിട്ടും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഫുഡ് അടിക്കാനും രാവിലെ ഒന്ന് ഉറങ്ങി എനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയതാണ്. ലെറ്റ്സ് സീ ഗൈസ്, ആ നടക്കുന്ന സാധനം കിട്ടോ ഇല്ല എന്നുള്ളത്. എന്റെ പൊന്നും ഒരു ബമ്പുണ്ട് ഇവിടെ. അപ്പൊ ശരി ഗൈസ്, നേരെ നമ്മൾ തപ്പിയിട്ട് വരാം, ആ സ്ഥലം എത്തിയിട്ട് വരാം. അതാ വാട്ടർ മെട്രോ പോകുന്നു ഗൈസ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. അതാണ് വാട്ടർ മെട്രോ. അയ്യോ ഇടിച്ച് വീഴും ഇല്ലല്ലോ. ആ ശരി. എന്തൊരു പോസിറ്റിവിറ്റിയുടെ ഇവര് ഭയങ്കര പോസിറ്റീവ്. ഇതാണ് എന്റെ മരം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ഞാനുണ്ടല്ലോ ഇതിന്റെ അത് കാറിന്റെ അത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല. ഇതെന്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് സാധനമാണ്. ഇത് മണ്ടേ കൂടെ നോക്കി അല്ല വണ്ടി ഓടിക്കാനല്ല, അല്ല അത് പോയാണ്. ഇനിയിപ്പോ ബിൽഡിംഗ് ഒക്കെ കാണത്തുള്ളൂ. ഓ ടെക്നോളജി. അപ്പൊ ശരി ഗൈസ്, ഞാൻ ചുമ്മാ ഇത് വഴിയിൽ കണ്ടപ്പോ ഞാൻ കാണിച്ചു തരാൻ വന്നതാണ്. ഇനിയിപ്പോ നേരെ ജിമ്മിന്റെ എക്യുപ്മെന്റ് സ്ഥലത്തോട്ട് പോട്ടെ. ഇതല്ല, ഇതിനൊരു ചെറുതുണ്ടോ തോന്നുന്നത്. അത് കാറി കയറുമെന്ന് പറഞ്ഞൂടാ ഗൈസ്. കുറച്ചുകൂടെ ചെറുതായിരിക്കും അതിന് കാറി കയറ്റാൻ എളുപ്പം. സാധനം കൊള്ളാം കേട്ടോ. വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ എളുപ്പമാണ്, മടി പിടിക്കില്ല. പോർട്ടബിൾ സാധനമാണ് വേണ്ടത്. നല്ല ജിം എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. വേൾഡ് ഓഫ് ഫിറ്റ്നസ്, മറ്റ് ക്രോസ് ട്രെയിനർ. നൈസ്. അങ്ങനെ ഗൈസ്, അവിടെ കിട്ടാത്തത് കൊണ്ട് സൈസ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ നമ്മുടെ വണ്ടിയിൽ ഡിക്കിയിൽ കയറുന്ന സൈസ് അല്ല. നമുക്ക് കൊണ്ടുപോകുന്നിടത്തൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരെണ്ണമാണ് നമ്മൾ നോക്കുന്നത്. പോർട്ടബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. കാറിൽ കൊണ്ട് എവിടെ വേണോ പോയി അവിടെ കൊണ്ടുപോയിട്ട് നടക്കാനുള്ള പരിപാടിയാണ്. അത് കിട്ടാൻ നോക്കാം ഗൈസ്. നമുക്ക് കുറച്ചുകൂടെ ചെറിയ ട്രെഡ്മിൽ കിട്ടുമെന്നുള്ളത്. വാക്ക് പാഡ് പക്ഷെ കൊള്ളാം കേട്ടോ. അത് കണ്ടിട്ട് ട്രെഡ്മില്ല് മറ്റേ എന്തോ ചെറുതാക്കി വെച്ചേക്കുന്ന പോലെയുണ്ട്. അതന്നെ അതിന് വാക്ക് പാഡ് എന്ന് വിളിക്കണമെന്നുള്ളത്. പക്ഷെ നടക്കാം. കുറച്ച് ഡിജിറ്റൽ മറ്റേ സ്ക്രീനും എല്ലാം ഉണ്ട് ഇതിന്റെ അകത്ത് തന്നെ. ഇനി ഞാൻ ഇതിന്റെ ചെറുത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ബാക്കിയുള്ളവർ വീട്ടിലിരിക്കുന്നത് അവിടെ നിന്ന് വാങ്ങിച്ചെന്നിരിക്കാനോടാ. പക്ഷെ ഈ ആഫ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയും കൂടെ പോയി നോക്കട്ടെ ഗൈസ്, അവിടെ ഉണ്ടാവും നോക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ നക്ഷത്ര കാറ്ററസിൽ എത്തിയിരിക്കുകയാണ്. ഇത് പാലത്തിന്റെ സൈഡിലാണ് ഗൈസ്, ഇവിടെയാണ്. അവിടെ നക്ഷത്ര കാറ്ററിംഗ് കമ്പനി. അങ്ങനെ മന്ദം വരികയാണ് നമ്മുടെ കഥാപാത്രം. മണമൊന്നും എനിക്കറിയില്ല, പക്ഷെ കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ബ്രസീലിൻ്റെയൊക്കെ ഫ്ലാഗ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായി. അല്ല, ബ്രസീലിൻ്റെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അയ്യോ കുറച്ച് ആളുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ നക്ഷത്ര കാറ്ററസിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് ഗൈസ്. ആ അത് കുഴപ്പമില്ല, ഒരു ദിവസത്തേക്കല്ലേ. ഡയറ്റിംഗ് ആണ് ഗൈസ്. ചോറൊക്കെ മാറ്റിയൊക്കെ വെക്കുന്നത്. എന്റെ പൊന്നു, ഇത്രയാണോ നീ ചോറ് കഴിക്കണ? ഇത്രയും ചോറാ? അത് സീരിയസ്? ഇതുപോലെ പൂച്ചയും തിന്നുന്ന പോലെ ഉണ്ടല്ലോ. ഞാനൊന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിച്ചു. ബാഡ് കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ചേ പറ്റുള്ളൂ. ഇവിടെ ഫുഡിന് മുമ്പ് ഒന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം കഴിച്ചിട്ട് വീണ്ടും വരുന്നത്. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു മീൻകറി, പുളിശ്ശേരി, സാമ്പാർ 3 കിട്ടും ഒഴിച്ചെറിയായിട്ട്. പിന്നെ അച്ചാർ, പപ്പടം, ഇതൊന്ന് പൈനാപ്പിളിനത്, എന്തോന്ന് മറ്റേ കീരത്തോരൻ, ഇതെന്തോ കൂർക്ക, വാഴക്കയുടെ തോരനാണ് കഴിച്ചത്.
നമ്മളെ സ്പെഷ്യൽ സെറ്റ് കാർത്തി പറഞ്ഞ ചാള എന്നൊരു നത്തോലി നത്തോലി. ഞാൻ ഒരു ആവോലി പറഞ്ഞിട്ടുണ്ട് കേസ്. അപ്പോൾ അതും കൂടെ വരട്ടെ. ഒന്ന് കഴിച്ചോട്ടെ കേസ്. ഒഴിച്ചൊരു കൊള്ളാം അല്ലേ മീൻ? നീ കഴിച്ചതാ മീൻ? മീൻ കറിയാണ് കൊള്ളാം. കറക്റ്റ് ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ്. ചാള, ഈ ചാളയല്ലേ സാഡീൻ? ചെറുതല്ലേ ഇത് സാഡീനല്ലേ? കൊള്ളാം കഴിച്ചു. ചാള നല്ല ഫ്രഷ് ടേസ്റ്റ്. ട്രിവാൻഡ്രത്താണ് നൊത്തോലി. സ്പെഷ്യൽ. നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് മാങ്ങാ മീൻകറിയുടെ ചാറ് കിട്ടിയിട്ടുണ്ട് കഴിച്ചു. നല്ല രസമുണ്ട്. ചേട്ടാ മാങ്ങാ മീൻകറിയുടെ ചാറ് അത് മാത്രം. റിച്ച് സാധനം കഴിച്ചു. ആരും മധുരവും ആരും എന്താ പറയുക മറ്റേ താളിച്ചിട്ടേക്കുന്നതിൻ്റെ ടേസ്റ്റിൽ കൂടെ കൊള്ളാം. സൂപ്പർ അല്ലേ? കൊള്ളാം കേട്ടോ, അടിപൊളി. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ ഈ മാങ്ങാ മീൻകറി. ഭയങ്കര ഒരു ഹോംലി ടച്ചുള്ള സ്ഥലം. ഒരുപാട് കോസ്റ്റ്ലി അല്ല, അഫോർഡബിൾ ആണ്. അതായത് വീട്ടിൽ നിന്ന് കഴിക്കുന്നതല്ല, നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റ്. എനിക്ക് കൊച്ചി വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഊണ് ഇവിടുത്തതാണ്. കുഞ്ഞു കടയാണ്. നീ ഇവിടെ നിന്ന് കഴിക്കാറുണ്ടല്ലേ? ഞാൻ പിന്നെ സ്ഥിരമായിട്ട് കഴിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത്. കൊള്ളാം, നല്ല ടേസ്റ്റ്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ അടിപൊളി സാധനങ്ങൾ. കൊള്ളാം, നൈസ് നൈസ്. കൊഴുവ എൻ്റെ യൂറിക് ആസിഡ് കൂടിയിരിക്കണം, എന്നാലും ഞാൻ ടേസ്റ്റ് ചെയ്തതാണ്. കഴിച്ചൊരു ഫുഡ് ആയി കഴിഞ്ഞാൽ ഈ അസുഖം എന്നൊരു വിഷയമല്ല. നമ്മൾ കഴിച്ചു പോകും. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു പിടിയെ കഴിക്കാറ്. ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. ഇതങ്ങനെ ഒരുപാട് കഴിച്ചാണ് ഇതൊക്കെ കൂടിയത്. ഇപ്പോൾ ഒള്ളി ടേസ്റ്റിങ്. ഇതെന്തായാലും കഴിച്ചത്. ഇത് ഞാൻ ഓർഡർ ചെയ്തല്ലേ. ഇത് കൊള്ളാൻ തോന്നാം. നല്ല ഫ്രഷ് മീൻ. എൻ്റെ അമ്മ സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവൂരി സൂപ്പർ കേട്ടാ. കഴിച്ചോട്ടെ കഴിച്ചോടാ. കൊള്ളാം, നൈസ്. അഫോർഡബിൾ മീനുകളാണ്. നല്ല എന്ത് പായസം? ഇവിടെ പായസം എല്ലാം ഉണ്ട്. ഇത്രയും വൃത്തിക്കും വെടിപ്പിനും കഴിക്കുന്ന ഒരുത്തന്നെ ആദ്യമായിട്ടാണ്. ഞാനൊക്കെ മുള്ള അതേപോലെ അങ്ങ് വെച്ചത്. നോക്കിയപ്പോഴേ ചാള തിന്നിട്ട് ചാളയുടെ മുക്കാ ഭാഗം അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നത്. അത് നിറച്ച് മുള്ളാണ് കഴിച്ചത്. എനിക്ക് പേടിയാണ് അത് തിന്നാനുള്ള മുള്ളാണ് സംഭവം. എനിക്ക് മുള്ളിറക്കി തിന്ന അഡ്വഞ്ചർ കാണിക്കണ്ട. എന്നെ ഒരുപാട് കൂട്ടുകാർ തൊണ്ടയിൽ മുള്ള് കൊടുക്കാറുണ്ട്. ഞാൻ തന്നെ കുനിച്ചെടുത്ത് ഇടിക്കാറുണ്ട് ആ മുള്ള് വെളിയിൽ വരാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ല കഴിച്ചു. അപ്പം ഞാൻ കുറച്ച് ആ ഫ്ലഷുള്ള പാട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി ഫുഡ്. അത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കളർ മാറിയിരിക്കുന്നു. ശർക്കര ഇട്ടിട്ടുണ്ടല്ലോ. ശർക്കരയല്ല, അത് മിൽക്ക് മെയ്ഡിന്റെ കളർ. കഴിച്ചോക്കാം ഗൈസ്. പാൽ പായസം ഇവിടുത്തെ ഫേവറേറ്റ്. കൊള്ളാം, നല്ല തിരക്ക് കുടിച്ച സ്ഥലം. ചൂടോടുകൂടി പാലട. വീട്ടിൽ പിള്ളേരുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാം. നല്ല ചൂട് പായസം. ഹാപ്പി ഫാൻസ്. ഇതാണ് ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ. കുടിക്കാൻ വേണ്ടേ ഒരു കുറച്ച് തരുമെന്നാൽ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ. ഇതാണ് പറഞ്ഞ ഇവിടുത്തെ സ്പെഷ്യൽ. നല്ലതാണ്. ട്രൈങ് ഇറ്റ് ഔട്ട്. കൊള്ളാം, നൈസ്. ബയോ കപ്പ് അതാ. ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കൊള്ളാം. നല്ല ഭയങ്കര ഒരു ഹോംലി ടേസ്റ്റ് ആണ് ഗൈസ്. നമുക്ക് ഭയങ്കരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന പോലത്തെ മസാലയും വീട്ടിൽ നിന്ന് കഴിക്കണ ഫീൽ ചെയ്യാൻ കിട്ടണോണ്ടാണ് നമ്മളിവിടെ. അല്ല, ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. ഞാൻ എപ്പോഴും കാണാറുണ്ട് ഇതുവഴി പോകുമ്പോഴേ. പായസം കട്ട അഡിക്റ്റീവ് ആണല്ലോ. ഇത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തീരൂല കേട്ടാ. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല കുറുകി, നല്ല റിച്ച്. അങ്ങനെ ഗൈസ്, നക്ഷത്ര കാറ്ററേഴ്സിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഡെക്കാത്ലോണിലോട്ട് പോവുകയാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പൊയ്ക്കൊണ്ടിരുന്ന ജിമ്മാണ്.
യൂണിറ്റ് 45. ഇവിടെയാണ് ഞാൻ ജിമ്മിൽ വന്നോണ്ടത്. അതുകൊണ്ട് ആ സമയത്ത് ഡയറ്റ് കോൺഷ്യസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് കഴിച്ചു നോക്കിയിട്ടില്ല. എല്ലാവരും ഇവിടെ ഒന്ന് കഴിച്ചിട്ട് വയറും തടവി പോകുന്നത് ഞാൻ കാണാറുണ്ട് ജിമ്മിൽ നിന്നുകൊണ്ട്. അപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇത്രമാത്രം ജനം ഇവിടെ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത്. ഇപ്പം എനിക്ക് മനസ്സിലായ കേസ് വെരി ഹോംലി ഊണാണ്. നല്ല ഫിഷും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫിഷിനെ പോലത്തെ ആ ഒരു ടൈപ്പ് മസാലയിലാണ് പൊരിക്കുന്നത്. അവർ എല്ലാം ഭയങ്കര സിമ്പിളാണ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ല. പിന്നെ അവർ വന്ന് നിൽക്കുന്ന തിരുവനന്തപുരംകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം ടേസ്റ്റിന് പിടിക്കുന്ന രീതിക്ക് തന്നെ കറക്റ്റ്. ഇത് അവര് കറക്റ്റ് നാടൻ രീതി, നാടൻ മസാല ഒക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു ഗൈസ്. വലിയ ഹെവി ഫീലിംഗും ഇല്ല കഴിച്ചിറങ്ങിയപ്പോൾ. മൊത്തം മറ്റേ പുളിശ്ശേരി മാങ്ങ മറ്റേ എന്തോന്ന് മാങ്ങ പുളിശ്ശേരി മീൻകറി. ഓ അത് സൂപ്പറായിരുന്നു കേട്ടാ. മാംഗോ എന്തോ ഒരു ഫിഷ് കറി. അതുമാതിരി പുളിശ്ശേരി പോലെ ഇരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ബാലൻസ്ഡ് ആണ്. അതിന്റെ ഒരു സ്വീറ്റ്നെസ്സും സ്പൈസും എല്ലാം കൂടെ കറക്റ്റ് ആണ്. നമുക്കത് ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട്. അപ്പോൾ അവരത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നത് വിത്തൗട്ട് ഫിഷ്, പക്ഷെ ഓൺലി ചാർ. കൊള്ളായിരുന്നു സാധനം അല്ലേ. കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് ഓൺലൈൻ ഡിക്കാത്ലോണിലില്ല. ഡിക്കാത്ലോണിൽ നമ്മൾ എന്തായാലും പോകുന്നുണ്ട്. അവർക്ക് എന്തോ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ എനിക്കൊന്ന് റെസിസ്റ്റന്റ് ബാൻഡ് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് എൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞത്. അപ്പം അതും കൂടെ വാങ്ങിച്ചേക്കാം ഗൈസ്. എന്തായാലും നമ്മൾ വർക്കൗട്ട് സ്ട്രോങ് ആക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മാസം. ബിക്കോസ് എൻ്റെ ബാഡ് കൊളസ്ട്രോൾ ചെറുതായിട്ടൊന്ന് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് കുറയ്ക്കണം. അത് ബാക്കിയുള്ള കൊളസ്ട്രോളൊക്കെ നോർമലായി. അതായത് ജാനുവരി ഞാൻ നോക്കിയിരുന്ന സമയത്ത് എല്ലാം ഹൈ ആയിരുന്നു. ട്രൈഗ്ലിസറൈഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം അതെല്ലാം നോർമലായി, കംപ്ലീറ്റ് ടോട്ടൽ കൊളസ്ട്രോൾ നോർമലായി. പക്ഷേ ആകെ ബാഡ് കൊളസ്ട്രോൾ കണ്ടപ്പം എനിക്കൊരു ചെറിയ പേടി. ബിക്കോസ് അതാണല്ലോ ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആവാൻ തീരുമാനിച്ചു. ബീഫും മട്ടനൊക്കെ നിർത്താൻ പോകണം ഗൈസ്. നമ്മൾ കുറച്ചുകൂടെ നല്ല ജിങ്ജാങ് ആയിട്ട് ഇറങ്ങും ഫുഡ് അടിക്കാൻ. എന്നിട്ട് അതാകുമ്പോൾ വർക്കൗട്ട് ഒന്ന് എന്താ പറയുക ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഗൈസ്. നമ്മൾ കഴിക്കുന്നതൊക്കെ നമുക്ക് ഉരുക്കി കളയാം. ലെറ്റ്സ് സീ. എന്തായാലും നേരെ ഡെക്കാത്ലോണിൽ പോയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ വയറ്റിലെ ഡെക്കാത്ലോണിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഫിറ്റ്നസ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഡെക്കാത്ലോണിൽ വന്നിരിക്കുകയാണ്. 40,000 രൂപയുടെ ബോട്ട്, 30,000 രൂപയുടെ ബോട്ട്. കയാക്കാണ്. കയാക്ക് EMI ഉണ്ട് കേട്ടോ. ഒരു കയാക്ക് വാങ്ങിച്ചിട്ട് കായലോരങ്ങളിൽ കൂടി നീന്തി നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ലെറ്റ്സ് സീ. ഞാൻ ഒരു കയാക്ക് വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, സത്യമാണെങ്കിൽ നമ്മളത് ഉറച്ചു വിളിച്ച് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ കയറിയിട്ട് വരാം. കൊടയെന്ന് പറഞ്ഞിട്ടൊരു ടെൻ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു ഇവിടെ. ഇതാണ് കൊട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. യോഗ ധോത്തി ആൻഡ് കുർത്തിയാണോ? എവനാണത്? നിനക്കാണ് ഗൈസ്. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. റെസിസ്റ്റൻസ് ബാൻഡ്, ഗ്ലൗസ്, പിന്നെ എൻ്റെ യോഗ ബ്ലോക്ക്. ഗൈസ് കാർത്തിക് സൂര്യ നിക്കർ പുതിയ റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഗൈസ് ഇത് സ്പോൺസർഡ് അല്ല, ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റണ്ണിങ് ഷോർട്സ് ആണ്. അപ്പോൾ ഇതിന് ബാക്ക് സൈഡിൽ കാർ ഓടിച്ചാണ് ഞാൻ മിക്കപ്പോഴും പോകണം. അപ്പോൾ കീ ഇടാം. അതെ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഹുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം തൊപ്പിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് തൂക്കിയിടാം. നമുക്ക് തല വെക്കേണ്ടെന്നുണ്ടെങ്കിൽ കൊളുത്തി പിടിച്ച് വീഴുകയും ചെയ്യാതെ. എന്തൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ മനുഷ്യൻ. പിന്നെ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ജെല്ലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രോട്ടീൻ ബാർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓടി തളരുമ്പോൾ വേദനിക്കുമ്പോൾ ഇടാനുള്ള ജെല്ലല്ലേ? അല്ല, ആ ജെല്ല് പെയിന്റ് ജെല്ലാണ്. പിന്നെ ഓടാൻ 21 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്ക് നമുക്ക് ഹൈഡ്രേഷൻ ജെല്ല്. ഓ ഐ സി. ഓടുന്നതിന് മുമ്പേ വിചാരിച്ച് ഞാൻ പിണ്ണ തൈലോണ് ഇതിനകത്ത് വേണ്ടി വരും. ഓടുന്നതിന് മുമ്പേ പെയിൻ ബാമൊക്കെ വെച്ചിട്ട് ഓടുന്ന ആദ്യത്തെ ഒരാൾ. ഒരു സാധനമുണ്ട്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് സ്കിൻ ഫിറ്റ് ആണ് സനുബ്രോ. ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ ചേർന്ന് കിടക്കും. അപ്പൊ നമുക്ക് ഫ്രിക്ഷൻ ബേൺ വരൂല അടിയില്ല. അതാണ് 2 ലെയർ. അപ്പൊ ഇതിന്റെ സോഫ്റ്റ്നെസ്, ഇതിന്റെ അകത്ത് ഫോൺ ഇട്ട് കഴിഞ്ഞാൽ അനങ്ങൂല. നമ്മൾ അറിയത്തില്ല. കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇറങ്ങൂല. അതവിടെ സ്നഗ് ഫിറ്റ് ആണ്. ഇപ്പൊ തന്നെ കീറാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഇല്ല ഞാൻ സ്ഥിരം എന്ന് വരുന്നത് എന്റെ ഉണ്ട് ഇതുപോലെ തുറണം. അപ്പൊ അത് മഴയായോണ്ട് പെടണ്ട. കണ്ട, ഇത് കാലിൽ അങ്ങനെ ഒട്ടി പിടിച്ച് കിടക്കും, അനങ്ങൂല. റണ്ണേഴ്സിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഡെക്കാത്ലോണിലെ സാധനമാണ്. ഇതിന്റെ പാൻസ് ഉണ്ടോ? ഉണ്ട്. പാൻസ് കാണണം. ഇത് കിപ്രണ്ടെന്ന് പറഞ്ഞിട്ടുള്ള തന്നെ ഇത്രയും ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അപ്പൊ പാന്റിൽ എന്തായിരിക്കും? ഇമാജിൻ ഒരു ചാക്ക് അരി, പാന്റിൽ 2 വെള്ളരിക്ക. അതന്നെ, ഒരു ചാക്ക് അരിയും കൊണ്ട് ഓടാം വേണമെങ്കിൽ. എല്ലായിടത്തും കഴിഞ്ഞില്ലേ? ഞാൻ അവിടെ ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടും അരമണിക്കൂറായിട്ട് ഇവരെ കാണാനില്ല. അപ്പൊ ഞാൻ പിന്നെ ഇങ്ങോട്ട് നേരിട്ട് വന്നിട്ട് ഇറക്കി കൊണ്ടുപോകാന്ന് വിചാരിച്ചു. 500 രൂപ സൈക്കിൾ ഓടിച്ചോണ്ട് ഞാൻ 1 ലക്ഷം രൂപ സൈക്കിൾ കൊണ്ട് വിഴുങ്ങിയിരിക്കുന്നുണ്ട്. ഇവൻ ഇതാണ് വാങ്ങിക്കാനുള്ളത്. പിള്ളേരുടെയൊക്കെ ഒരു ആഗ്രഹം മാറല്ലേ.
1,00,000 രൂപയുടെ സൈക്കിൾ ഗൈസ്. പക്ഷേ ആർ യു ഏബിൾ ടു ഡൈജസ്റ്റ് ഇറ്റ്? ആ ലെവലിൽ പ്രാക്ടീസ് ചെയ്യുന്ന അത്ലീറ്റ്സ് ആണ് അത് വാങ്ങിക്കണത്. നോർമലി ഓട്ടിക്കണവരത് വാങ്ങൂല. ഓ സ്റ്റിൽ മാൻ, സൈക്കിൾ 2 wheels and gear. സനുപ്രോ ഇപ്പൊ ഒളിമ്പിക്സിന് പോവേണ്. ഞാൻ ഒളിമ്പിക്സിലൊന്നും പോണില്ല ഗൈസ്. നമുക്ക് 2,500 രൂപ സൈക്കിൾ വീണ്ടും 2,500 രൂപ സൈക്കിൾ ഓട്ടിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഹെർക്കുലീസിന്റെ സൈക്കിൾ വാങ്ങിക്കുന്നതായിരിക്കും. പണ്ടത്തെ ഉണ്ടോ ഇപ്പൊ സൈക്കിൾ? എനിക്ക് അറിഞ്ഞൂടാ, അത് പോയി നോക്കണം കേട്ടോ. ഹെർക്കുലീസിന്റെ സൈക്കിൾ ഉണ്ടോ നോക്കണം. എന്റെ ആദ്യത്തെ സൈക്കിളാണ് ഹെർക്കുലീസ്. സ്കൂളിൽ ചവിട്ടിക്കൊണ്ട് എൻ്റെ അത് തന്നെ. നമ്മളിങ്ങനെ സ്കൂളിൽ ചവിട്ടി പോകുന്നതൊക്കെ ആലോചിക്കുമ്പോൾ അതിലാണ് ഞാൻ ശാസിനെ കൊണ്ടുവന്ന് തള്ളിയിട്ടത് ഗൈസ്. അങ്ങനെ ഗൈസ് കുറേ വർഷങ്ങൾക്ക് ശേഷം ക്യാരംസ് കളിക്കുകയാണ്. വീഡിയോ ഇല്ലേ സക്സസ് അത് വീണ്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, നീ പ്രൊഫഷണൽ ആയിരുന്നു. ഇവിടെ വെച്ചിട്ട് പണ്ടത്തെ പ്രൊഫഷണലാണ്. പക്ഷേ പൗഡർ ഉണ്ട്, സ്മൂത്ത്നെസ് ഇല്ല. അങ്ങനെ ഗൈസ് നമ്മൾ ക്യാരംസ് ഒന്ന് ട്രെയിൻ ചെയ്യട്ടെ. പഴയ കളിക്കാരാണെങ്കിൽ അവന് പവർ മാത്രമേ ഉള്ളൂ കേട്ടാ, ടൈമിംഗ് ഇല്ല. ക്യാമറ നോക്കി കളിക്കണം. അയ്യോ, അത് പറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ആ ഒരു ഷോട്ട് മിസ്സാവാൻ. കണ്ടു അടിച്ച് തുറപ്പിച്ച ബേസിക് കൊണ്ട് അതാ അത് നിന്നെ അടിച്ച് നിന്റെ ബേസിക് കൊണ്ട് വെച്ചതാണ്. അതിന്റെ ടാക്ടിക്സ് എന്ന് പറയാം. നിനക്ക് അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് ഇടായിരുന്നു. അത് പവറും ഇല്ല, ടാക്ടിക്സും ഇല്ല, ഒന്നുമില്ല. ഓ ഷിറ്റ്, ഭയങ്കര ടാക്ടിക്സ്. എത്തിയേക്കുന്നത് ഇതിനെക്കാട്ടി ഭേദമാണ്. നമ്മളിവിടെ കോമ്പറ്റീഷൻ നടക്കാന്ന് പറയാം. എനിക്ക് ഇത് ത്രൂ ആണ്. ഓക്കെ ഗൈസ്, ഇത് ഞാൻ എന്തല്ലേ തൊട്ടി പിടിക്കുന്നു. പൗഡർ ഇല്ല, പവർ കൂടി പോയി. ഇത് വെച്ച് ഞാൻ ഇതിട്ടില്ലെങ്കിൽ സനുബ്രോ അലം. മണ്ടേക്ക് ഇതൊന്നും സ്ഥലം മാറി അവിടെ പോയി. ഇതായിരുന്നു എനിക്ക് അപ്പുറത്ത് പോയി അടിച്ചാൽ പോരായിരുന്നു. എന്റെ അമ്മേ, അപ്പുറത്തെ പൊരയിടത്തൊക്കെ പോയിട്ട് വന്നു. പൗഡർ ഇല്ലടാ, പൗഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ തീർന്നല്ല. പൗഡർ ഇല്ല ഗൈസ്, പൗഡർ ഇല്ല. അവളെ ടാക്ടിക്സ് മാറടി, അത് എന്റെ സ്ഥലം. ഇവിടെ ഒട്ടിപ്പിടിക്കും. ആളറിയാത്ത പണിക്കാരൻ എന്തെന്ന് പറയല്. ടേബിൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി സ്ട്രൈക്കറും കൂടെ കുഴിയിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് 2 അലമ്പലുകളെയും കൊണ്ട് വീണ്ടും ഞാൻ യാത്രയാവുകയാണ്. സ്പൾബർ ഞങ്ങളെ അടുത്തതായി കൊണ്ടുപോകുന്നത് ബില്ലിംഗ് കൗണ്ടറിലേക്കാണ്. 2 അലമ്പുകളെയും കൊണ്ട് സ്പൾബർ പോവുകയാണ്. മഴ കണ്ട് ഓടുന്ന അതാണ്, ഞാനതാണ് മനസ്സിലാവാത്തത്. എന്താണത് ഗൈസ്? മഴ, സൂപ്പർ മഴ. അങ്ങനെ നമ്മൾ ഓടി കാറിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ആദ്യം ഓടിയവൻ ഞാൻ അധികം നനഞ്ഞില്ല. ഇവൻ റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓടി നമ്മളെ കളഞ്ഞിട്ട് ഓടി. അതിനാണ് ഇവൻ പ്രാക്ടീസ് ചെയ്യണതെന്ന് തോന്നുന്നു. ഇവൻ റണ്ണ് ചെയ്യുന്നതിന്റെ അഹങ്കാരം. കൂടെ ഉണ്ടായിരുന്ന 2 പേരെയും കളഞ്ഞു. കവർ വെയിറ്റ് കളഞ്ഞിട്ട് ഓടി. വെയിറ്റ് ഡിസ്പോസ് ചെയ്തു ആദ്യം തന്നെ. നല്ല മഴയായി കേട്ടോ പെട്ടെന്ന്. സൂപ്പർ മഴ ഗൈസ്. വളരെ മഴ കാണിച്ചതാണ്. അങ്ങനെ ഗൈസ് ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പിള്ളേർക്ക് പായസം കൊടുക്കണം. അവരെ കൊണ്ട് ക്ലേ മോഡലിംഗ് വർക്ക്ഷോപ്പിന് പോവാണ് ഗൈസ്. അവരവിടെ കെട്ടിട്ട് ഞാൻ വല്ല കപ്പിക്കാനെ പോയിട്ട് വല്ല കാപ്പി കുടിച്ചിരിക്കും. ഇന്നലെ വണ്ടി കഴുകിച്ചതേ ഉള്ളൂ. ഒരിക്കലും കഴിവരുത് മഴ സമയത്ത്. കഴുകി കഴിഞ്ഞാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അപ്പൊ തന്നെ മഴ പെയ്യും. ഓഹ് മൈ ഗോഡ്, റോഡ്സ് നല്ല മഴ കേട്ടോ. ഹായ്, ഉഗ്രം മഴ ഗൈസ്. സനുബ്രോക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണ്? എങ്ങനെയാന്ന് ചോദിച്ചാൽ ആപ്പിൾ. എന്താ നല്ല ഫ്രൂട്ടാണ്. അതൊക്കെ ഇഷ്ടമുള്ള വാഴപ്പഴം. എനിക്ക് പഴം. ആപ്പിൾ ആകുമ്പോ എപ്പോഴാണോ എങ്ങനെ വേണോ കഴിക്കാം ഗൈസ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് റംബൂട്ടാൻ ഇഷ്ടമാണ്. ബൂട്ടാനൊന്നും ഞാൻ കഴിക്കാറില്ല ഗൈസ്. പിന്നെ എനിക്ക് പൈനാപ്പിൾ ഇഷ്ടമാണ്. പൈനാപ്പിൾ അല്ല, എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ ഭയങ്കര ഫാറ്റി. ചക്ക, അയ്യോ എല്ലാം മാച്ചുള്ള ചക്കയൊക്കെ വരിക്ക ചക്ക, പഴുത്ത ചക്ക അല്ല തേൻ വരിക്ക തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമായിരുന്നു പണ്ട്. ഇപ്പൊ നിർത്തി ചക്കയും മാങ്ങയൊക്കെ ഞാനും തിന്നായിരുന്നു. ഡയറ്റ് ആണ്, പ്രായമുണ്ടോന്നല്ല, ഞാൻ ഡയറ്റ് ഇറങ്ങിയോണ്ടാണ്. വലിയ ആളുകളൊക്കെ പിന്നെ ചക്ക തിന്നൂടന്ന് മോട്ടിവേഷൻ തരുന്നില്ല. നോക്കിക്കോ, രണ്ടെണ്ണം ഓടുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ഓടണൊന്നുമില്ല. ഒരു ഫുഡ് പുച്ഛിക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞ എന്റെ ഒരു ഹാബിറ്റ് ഒക്കെ മാറാൻ കുറച്ച് ചക്ക തിന്നൂടെ ഐസ്ക്രീം. ഐസ്ക്രീം കഴിച്ചാ
കഴിച്ചാ ഞാൻ പാലട പായസം കുടിച്ചത്. പായസം ഞാൻ ടേസ്റ്റ് അത് ആര് വാങ്ങിച്ച് മര്യാദക്ക് വെളിയിൽ പോയിക്കോണ്ടെന്ന് എന്നെ വിളിച്ചിട്ട് ബ്രോ മറ്റേ ചൂട് പായസം ടേസ്റ്റ് ചെയ്യുന്നോ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഐഡിയ തന്നാര് പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റ് ചെയ്ത് നമുക്ക് തനി ബ്രോ കൊള്ളാം കുറച്ചിത്തിരി താന്നവരുണ്ട്. അയാളെ കൊണ്ട് എനിക്ക് ഒരു കപ്പ് പായസം വാങ്ങിച്ച് കുടിപ്പിച്ചത് അവനാണ്. ഒരു കപ്പൊന്നുമല്ല, ഒരു കാക്കപ്പിൽ നിന്ന് കാക്കപ്പ് കുടിച്ചത് അവനാണ്. ഞാനും ഒരു സിപ്പേ കുടിച്ചുള്ളൂ കേസ്. ഞാൻ ഒരു 2 സിപ്പ് അത്രേ ഉള്ളൂ. അത് ആ ചെറിയ കപ്പ് തീർന്നു. എന്നിട്ടാണ് ഞാൻ എന്തോ ഐസ്ക്രീം ഒക്കെ തിന്നാണ് ചക്ക തിന്നൂടാ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ഡയറ്റ് ആയതുകൊണ്ട്. ചക്കയൊക്കെ അവരും തിന്നുന്നുണ്ട് കേസ്. നമ്മളെ കാണാത്തതാണ് അവരും തിന്നുന്നുണ്ട്. ഇഷ്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ചക്കയും ഡയറ്റുമായിട്ട് എന്തൊരു ബന്ധം? ഞാൻ ചക്ക കഴിക്കാറില്ല അല്ലേലും എനിക്ക് ഇഷ്ടമല്ല. ഡയറ്റുമായിട്ട് എന്തൊരു ബന്ധം? ഇല്ല ഞാൻ പറഞ്ഞത് പൊതുവെ പറഞ്ഞതാ. ഡയറ്റിന്റെ തലയെ കൊണ്ട് വെച്ചു കൊടുത്തേക്കണം. ഓ എന്റെ പൊന്നോ. ഭയങ്കര മഴ കഴിച്ചു. നമുക്ക് ടോപ്പിക്കിൽ നിന്ന് വഴി നമ്മൾ മഴയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തിനാ ഡയറ്റിനെ പറ്റി പറയുന്നത്? ലുക്ക് അറ്റ് ദ വെരി നൈസ് ക്ലൈമറ്റ് ഗൈസ്. അപ്പോൾ വൈറ്റിലയിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടാണ്. കുതിരയോ? എനിക്കറിയാം നീ കൂള ഡയലോഗ് മാത്രമേ വരുന്നുള്ളൂ. പുതിയ ഡയലോഗ് ഒന്നും ഇല്ലേ കുട്ടികളെ? എന്താണത്? പഴയ ഡയലോഗിൽ തന്നെ പിടിച്ചിരിക്കുകയാണല്ലോ. കുടിക്കാൻ ഇതെന്താ വെള്ളമോ? കുടിക്കാനല്ല. ഓ ശരിയാണ്, ഞാൻ വെള്ളം കുടിച്ചില്ല, ഒന്നും കുടിച്ചില്ല. വീട്ടിൽ പോയിട്ട് വേണം കുറച്ച് ചൂടുവെള്ളം ഉണ്ടായി കുടിക്കാൻ. മഴയത്ത് തണുത്ത വെള്ളം കുടിക്കരുത് ഗൈസ്, തൊണ്ടവേന വന്ന് ചത്തു. അതുകൊണ്ട് എല്ലാരും തൊണ്ടവേദന വന്ന് ചത്തു പോകുന്നൊക്കെ. ഇതാണ് മോട്ടിവേഷൻ, മനസ്സിലായില്ലേ? അവരെ പേടിപ്പിക്കണം ആൾക്കാരെ. ഭയങ്കര മോട്ടിവേഷൻ. ആൾക്കാരെ പേടിപ്പിച്ചിട്ട് അവരെ പതുക്കെ മാറ്റണം. അതാണ് എന്റെ ലക്ഷ്യം. അത് നേരാൻ വേണമെന്ന് പറഞ്ഞാൽ ആരും കേൾക്കൂല ഗൈസ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡാർക്കായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് മൈ സ്റ്റൈൽ. അങ്ങനെയാണ് ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ട് വരാം. ഇന്ന് കുറച്ച് ഡ്രോപ്പിംഗ് ആൻഡ് പിക്ക് അപ്പ് പരിപാടീസാണ്. അത് കഴിഞ്ഞാൽ ഒരു കാപ്പി പിടിക്കാൻ പോകും. ബൈ ഗൈസ്. മഴയത്ത് എന്താ കാറിൻ്റെ അകത്തൊക്കെ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. ഓ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഭയങ്കര മഴ, കോരിച്ചൊരിയുന്ന മഴയാണ് ഗൈസ്. ഈ മഴയത്താണ് നിങ്ങൾ സ്വിമ്മിങ് ചെയ്യാൻ പോകുന്നത്. ഇൻഡോർ ആയിരുന്നു കൊള്ളാം. നമ്മള് ലക്ഷദ്വീപ് പോയപ്പോഴത്തേക്കും നമ്മള് കടലിൽ നീന്തിയ ദിവസം ഫുള്ള് മഴയായിരുന്നു. നമ്മൾ മഴ നനയും കടൽ നീന്തും, മഴ നനയും കടൽ നീന്തും. അത് ഭയങ്കര വൈബായിരുന്നു. എനിക്കെന്നാൽ നീന്തൽ അറിഞ്ഞൂടാത്തോണ്ട് ഇതൊന്നും വൈബൊന്നും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും മുങ്ങിച്ചാവാൻ എന്തെങ്കിലും മുങ്ങണല്ലോ. ഇതൊന്നും നീന്താൻ പഠിക്കുന്ന ദിവസങ്ങളിൽ ഓ ആഴമുള്ളതാണ്. എന്റെ വീട്ടിലെ പൂള് അടിപൊളിയാണ് കേസ്. നീന്തൽ പഠിച്ചിട്ടാണ് അവിടെ പോയി നീന്തി പഠിക്കാൻ. നല്ല ആംബിയൻസ് ആണ് അവിടെ. ഫുൾ കൊച്ചി വ്യൂ ഒക്കെ കണ്ട് നീന്താം. ലെറ്റ്സ് സീ. ഞാൻ എന്തായാലും ഒരു ദിവസം നീന്തൽ പഠിക്കുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. കാർത്തിക് സൂര്യയുടെ വീട്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ടാറ്റ ഗൈസ്. ടേക്ക് കെയർ. ഞാനൊരു ടെന്നീസ് ബോൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഇതാണ് കാണുന്നത്. ഡെക്കാത്ലോണിൽ പോയപ്പോൾ ഞാനൊരു ബോൾ വാങ്ങിച്ചായിരുന്നു. അതായത് കളിച്ചുകൊണ്ടിരിക്കണം. ഇഷ്ടപ്പെട്ട് ഉണപ്പിച്ചോണ്ട് കിടക്കണമൊക്കെയാണ്. അപ്പോൾ പിള്ളേർ റെഡിയാണ് ഗൈസ്. ഞാൻ നേരെ അവരെയും കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ്. മറ്റേ ക്ലേ മോഡലിംഗ് വർക്ക്ഷോപ്പിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പനമ്പള്ളിയിലാണ്. അപ്പം കഫിക്കാനയിലെല്ലാം പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ 2 മണിക്കൂറുണ്ട് അവർ തീരാനായിട്ട് അവരുടെ പരിപാടി. അപ്പം ലെറ്റ്സ് ഗോ ടു പനമ്പള്ളി. അങ്ങനെ ഗൈസ് അവരെ കൊണ്ടൊന്ന് വർക്ക്ഷോപ്പിനാക്കിയിട്ട് ഞാൻ കഫിക്കാനയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല മഴയുണ്ട്. പിന്നെ കഴിച്ചാൽ ഇന്നലെ എൻ്റെ കൊളസ്ട്രോളും എല്ലാം ചെക്ക് ചെയ്ത് എൻ്റെ ജാനുവരിയിലാണ് ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തത്. അപ്പോൾ അതിൽ ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്നൊക്കെ താഴ്ന്നു വന്നിട്ടുണ്ട്. ഇപ്പം നോർമലാണ്. ഇവൻ ട്രൈഗ്ലിസറൈഡ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം എനിക്ക്. അത് ഒത്തിരി അത്ര ബോർഡർ ലൈൻ ആയിരുന്നു. അതും പോയി നോർമലായി. പക്ഷേ ബാഡ് കൊളസ്ട്രോള് അന്നുണ്ടായിരുന്നതിനെക്കാട്ടി കുറഞ്ഞു. പക്ഷെ അതിപ്പോഴും ഉണ്ട്, കുറച്ചൊരു ബോർഡർ ലൈനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതും കൂടെ ഒന്ന് കുറയ്ക്കണം. ഇപ്പോൾ ബിക്കോസ് എന്തായാലും വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഗൈസ്. മാത്രമല്ല ഇപ്പോൾ അധികം നമ്മൾ ഫുഡ് ഭയങ്കര ഓവറായിട്ട് കഴിക്കുന്നുമില്ല. അപ്പം ഇറ്റ്സ് എ ഗുഡ് സൈൻ. ഇപ്പം എന്തായാലും ഹെൽത്ത് നോക്കിയതിന് ശേഷം ഗൈസ് ഞാൻ ഇനി അധികം ഫുഡ് എക്സ്പ്ലോറേഷൻ ഉള്ളൂ. സോ ഇന്നത്തതും എനിക്ക് തോന്നുന്നു ഞാൻ അധികം ചോറൊന്നും ഇപ്പം അധികം കഴിക്കാറില്ല. ഇപ്പം കാർത്തിക് ഒന്ന് വിളിച്ചത് കൊണ്ട് ഞാൻ കമ്പനിക്ക് പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും കുറച്ചൊന്ന് ഫുഡ് ഇത്തിരി ഹെൽത്തി വേയിലാക്കാന്നുള്ള പ്ലാനാണ് ഗൈസ്. സോ കൈൻഡ്ലി എക്സ്ക്യൂസ്. ഞാൻ എൻ്റെ ബോഡി ഒന്ന് ഫിറ്റ് ആയതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ഫുഡ് എക്സ്പ്ലോറിങ് മോഡിലോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ഇവരെ കൊണ്ട് ബാക്ക് നടന്ന് അവർ തിന്നുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അധികം അങ്ങോട്ട് ഫുഡ് കൺട്രോൾ ഇല്ലാത്ത കഴിപ്പില്ല ഗൈസ്. ഇനി ഡെസേർട്ടും പരിപാടികളൊക്കെ വളരെ കുറവായിരിക്കും. കുറച്ച് ഹെൽത്തി സാധനങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ ഇനി പുറത്ത് ഇറങ്ങിയാൽ തന്നെ.
അപ്പം എനിവേസ് ഒരു ചായയൊടി സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അതെന്തായാലും എൻ്റെ അടുത്ത ടൈമാണ്. ചായ വലിയ സീനില്ല, കട്ടൻ അടിക്കുന്നു, എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്ക് അടിക്കുന്നു, പിന്നെ എന്തായാലും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിപാടി നോക്കണം. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗൈസ് യൂറിക് ആസിഡ് ഭയങ്കര ഹൈ ആണ്. ബിക്കോസ് ഈ റെഡ് മീറ്റും സോസേജും ഹാമും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഓവറായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണോ എന്നും അറിയത്തില്ല. നയനുണ്ട് ഗൈസ്, ആക്ച്വലി ഇറ്റ്സ് വെരി ഹൈ. അപ്പോൾ അതിൻ്റെ മെഡിസിൻ ഇന്ന് മുതൽ എടുത്തു തുടങ്ങണം. 1 മാസത്തേക്ക് അത് കഴിച്ച് യൂറിക് ആസിഡ് ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് ഉണ്ട്. അല്ലെങ്കിൽ ബിക്കോസ് അത് ഹാർട്ട് ഹെൽത്തിനെയും ബാധിക്കുമെന്നാണ് ഞാൻ കേട്ടത്. സോ ബേസിക്കലി അതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ കൈക്കൊക്കെ ഭയങ്കര ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഈ സാധനം കിഡ്നി സ്റ്റോണും ഉണ്ടാക്കും, ഇതേപോലത്തെ ജോയിൻസിൽ ഭയങ്കര പെയിനും ഉണ്ടാകും. അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ നോക്കുന്നത്. ഈ ഭയങ്കര പെയിനായിരുന്നു കേസ് കുറച്ച് നാളായിട്ട്, കൈക്കും കാലിനും ഈ ജോയിൻറ്റിന്. അപ്പോൾ എന്തായാലും ഇപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നന്നായി. നമ്മൾ നോർമലി ടെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ നടക്കും തോറും നമ്മളെ ഹെൽത്ത് കുളമായി വരും കേസ്. അതുകൊണ്ട് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പും ഈ ബ്ലഡ് വാല്യൂസൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതിപ്പോൾ പ്രായമാവണമെന്നില്ല. ഇപ്പോൾ പ്രായമൊന്നൊരു ഇതല്ല കേസ്. ഞാനൊരു റീല് കണ്ടായിരുന്നു, 31 വയസ്സുള്ള ഒരു പയ്യന് ഹാർട്ട് അറ്റാക്ക് വന്ന്. അവൻ സർവൈവറാണ്, എന്നാലും അത് കാണുമ്പോൾ നമുക്കൊരു പേടി. സോ കൈൻഡ് ഓഫ് ജസ്റ്റ് നമ്മളും ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ പറയില്ലേ, ഫുഡൊക്കെ ഭയങ്കര മോശമാണ് നമ്മുടെയൊക്കെ ഫുഡ് ഹാബിറ്റ്സ്. അപ്പം ബേസിക്കലി കുറച്ചൊക്കെ ഒന്ന് ഫുഡിൻ്റെ അതിലും ഒരു ഓർഡർ വരുത്തുക, പോർഷൻ കൺട്രോൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശീലിക്കണം. ബിക്കോസ് നമുക്ക് ഈ കൊതി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ആക്രാന്തത്തോടെ എല്ലാം അങ്ങ് തിന്ന്, ഇപ്പോൾ ബുഫേ പോലെ സ്ഥലങ്ങളിൽ പോയി ഉള്ള എല്ലാം വാരി തിന്നുന്നു. നമ്മൾ കാലറീസ് നോക്കുന്നില്ലല്ലോ, അതിൻ്റെ കൂടെ വർക്കൗട്ടും ഇല്ല. അപ്പം ബേസിക്കലി അതൊക്കെയാണ് നമ്മളെ മെയിൻലി കൊളസ്ട്രോളും സംഭവങ്ങളും കൂടുന്നത്. സോ അതൊക്കെ ഇപ്പം പതുക്കെ പഠിച്ച് വരികയാണ് ഗൈസ്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഐ ആം ഗോയിങ് ടു ബി എ ബിറ്റ് മോർ സ്ട്രിക്റ്റ് വിത്ത് മൈ ഹെൽത്ത്. അടുത്ത മാസം എന്തായാലും ഒരു പ്രോപ്പർ ജിമ്മിലും കയറാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഈ മാസം മൊത്തം ഒരു മൊബിലിറ്റി ആൻഡ് ഒരു വാമപ്പ് പോലത്തെ ഒരു സാധനവും, പിന്നെ യൂറിക് ആസിഡ് ഒന്ന് മാക്സിമം മരുന്ന് കഴിച്ചൊന്ന് കൺട്രോൾ ചെയ്യണമെന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ജോയിൻറ്റ് പെയിൻ ഒന്ന് മാറുമല്ലോ. സോ അങ്ങനെ ഞാൻ സ്ലോലി അതിൻ്റെ ഒന്ന് ട്രാക്കിലാവുകയാണ് ഗൈസ്. വിഷ് മീ ലക്ക്. അപ്പോൾ എന്തായാലും ഞാൻ കയറി ഒരു കോഫി കുടിക്കട്ടെ, കോഫി എല്ലാം മറ്റേ മാച്ച കുടിക്കട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു 6 മണി വരെ അതിൻ്റെ അകത്ത് പോട്ടറി അല്ല, ഇതൊരുമാതിരി പല കളറിലുള്ള ക്ലേഡോ വെച്ചിട്ട് പല ഷേപ്പിലെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവരെന്തായാലും ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് അവർ അവിടെ പോയി എന്തായിരുന്നു വർക്ക്ഷോപ്പ് എന്നുള്ള സംഭവം. സോ ഇറ്റ്സ് ആക്ച്വലി എ ഫൺ പരിപാടി. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും കൊച്ചിയിലുള്ളവർക്ക് ഇതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോട്ടറി ലെസൺസും പോട്ടറി വർക്ക്ഷോപ്സും എല്ലാം ഉണ്ട്. ഒരു പെൺകൊച്ചാണ് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ എന്തായാലും കൊള്ളാൻ തോന്നുന്നു. അത്യാവശ്യം പുള്ളിക്കാരുടെ വീട്ടിൻ്റെ മുകളിലാണ് ഈ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്, പോട്ടറി സ്റ്റുഡിയോ. എന്തായാലും പിള്ളേരെന്തായാലും കണ്ട് കുറച്ച് ഇൻസ്പയർഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മാത്രമല്ല അവർ ബോറടിച്ചിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ എന്തെങ്കിലും ഇതേപോലത്തെ ആക്ടിവിറ്റീസിനെ കൊണ്ടുപോകാന്നുള്ളൊരു ഇതിലാണ് ഇവർ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൊണ്ടുപോയത്. ഇനി ഇതേപോലത്തെ ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കണം അവരൊന്ന് ബിസിയാക്കി നിർത്താനായിട്ട്. സോ കയറിയിട്ട് വരാം ഗൈസ്. അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കോഫിയും വന്നു, എൻ്റെ ടാർട്ടും വന്നു, യൂഷ്വൽ സ്റ്റഫ്. അപ്പോൾ ഞാൻ എന്തായാലും വരാം ഗൈസ്, അവരോട് സംസാരിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ്, ഇതെൻ്റെ പുതിയ പരീക്ഷണമാണ്. മോക്ക ഫ്ലാറ്റ് വൈറ്റ്, നല്ല പുതിയ ഫേവറേറ്റ്. ഫ്ലാറ്റ് വൈറ്റിൽ ചോക്ലേറ്റ്. സോ കൈൻഡ് ഓഫ് ഗുഡ്. പിന്നെ എൻ്റെ സ്ഥിരം ടാർട്ടും. ഈ ഒരു സാധനം ബ്രോക്കളിയും കോണും ടാർട്ട്, ഇത് ഒരു മടുക്കണില്ല എനിക്ക്. ഇത് മസ്റ്റ് ആണ് കഴിച്ച്. അടിപൊളി. എന്നാലും ഒരു 6 മണി വരെ അവിടെ കാണും കഴിച്ച്. അവർ 2 മണിക്കൂർ വർക്ക്ഷോപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പോയി വിളിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ ജീൻസ് ഷോപ്പിങ്ങിന് പോകാമെന്നുള്ള പ്ലാനാണ്, ലിവൈസിലോട്ട്. അപ്പോൾ ഒരു 2 hours ഇവിടെ കാണും ട്രാഫിക്കാനായിട്ട്. ബിക്കോസ് ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള പരിപാടി എന്താണെന്ന് നോക്കിയിട്ട് ചിലപ്പോൾ അതും കൂടെ കാണും. സോ ലെറ്റ്സ് സീ ഗൈസ്, കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ജുജുവിനെയും ഡുഡുവിനെയും പിക്ക് ചെയ്തിരിക്കുകയാണ് അവരുടെ പുതിയ വർക്ക്ഷോപ്പിൽ നിന്ന്. ജു, ഷോ മീ യുവർ ക്രിയേഷൻ. നോക്കട്ടെ ഇവരെന്താണ് ഉണ്ടാക്കിയെന്നുള്ളത്. ഓ ഇറ്റ് ഡുഡു, എൻജോയ് ഇറ്റ്. ഓ വാവ്, ദാറ്റ്സ് ക്യൂട്ട്. ഇത് ഡയ ഉണ്ടാക്കിയതാ നോക്കട്ടെ. അപ്പോൾ ഇതാണ് ഗൈസ്, ഈ ടൈപ്പ് സാധനമാണ്. ഓ ദിസ് ഇസ് റിയലി ക്യൂട്ട്. ടെഡി ബെയർ. അതൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഗൈസ്. ഈ സാധനം ഞാൻ അല്ലേ. ഓ ഇത് ആർ ദെയർ മോർ വർക്ക്ഷോപ്സ്? ഇനി വരണമെന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഗൈസ് ഇഷ്ടപ്പെട്ട്? അപ്പോൾ ഇവർക്കിത് ഇഷ്ടപ്പെട്ട് ഗൈസ്. അത് കണ്ട ഇത് ഉണ്ടാക്കിയ സാധനങ്ങളുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഗൈസ് ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഈ വ്ളോഗിൽ തന്നെ കൊടുത്തേക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി. ഓ ഇതിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു പെട്ടിയിൽ. അടിപൊളിയാട്ടോ. ഇതിങ്ങനെ വെച്ചാണെങ്കിൽ അയ്യോ അങ്ങനെ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ വയ്ക്കാം കാർഡിൽ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ക്യൂട്ട്. ഓ വാവ്, ഇത് ഞാൻ എടുത്ത് ഇങ്ങനെയാണെങ്കിൽ ഗൈസ് ക്യൂട്ട്, സൂപ്പർ ക്യൂട്ട്, നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. ഓ മൈ ക്രിയേറ്റീവ് ജീനിയസസ് രണ്ടുപേരും. ഗുഡ്. ഇനി എന്തെങ്കിലും അടുത്ത പരിപാടി ഉണ്ടെങ്കിൽ വീണ്ടും കൊണ്ടുപോകാം ഗൈസ്. ഇവർക്ക് ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റിക്കാണ് രണ്ടെണ്ണവും. അപ്പം ഗുഡ് ജോബ്. ഫുഡ് എന്താ കഴിക്കേണ്ടതെന്ന്? ഇവിടെ നിന്ന്? ഓ യു ഗോട്ട് ഫുഡ് ഓൾസോ? ഓ വാവ്. അപ്പോൾ കൊള്ളാം ഗൈസ്. 500 രൂപയാണ് ഒരാൾക്ക്, പെർ പേഴ്സൺ 500 രൂപയാണ്. അപ്പോൾ അതിൽ തന്നെ ഫുഡ്
റിഫ്രഷ്മെൻറ്റ് ആൻഡ് യു ഹാവ് ഗുഡ് ഫ്രണ്ട്സ് മേഡ് ഫ്രണ്ട്സ് ഓൾസോ. ഓക്കെ ഗൈസ്, അത്യാവശ്യം അവർ എൻജോയ് ചെയ്തു സാധനം. സോ നമ്മളെന്തായാലും അടുത്ത് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഫോറം മോളിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മുടിഞ്ഞ മഴയും മുടിഞ്ഞ ട്രാഫിക് ബ്ലോക്കും, അതുകൊണ്ട് നമ്മൾ പതുക്കെ പ്ലാൻ മാറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടി ഡിസ്ട്രിക്ട് 7 വന്നിരിക്കുകയാണ് ഗൈസ്. ഒടുക്കത്ത മഴ. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോയി ഫുഡ് അടിച്ചിട്ട് നമ്മൾ സൺഡേയിലേക്ക് മാറ്റി ഗൈസ്. നാളെ എവർ കുറച്ച് ബിസിയാണ്. അപ്പോൾ നമ്മൾ സൺഡേ രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമാധാനത്തിൽ ഷോപ്പ് ചെയ്യാമല്ലോ. പകലാകുമ്പോൾ വലിയ തിരക്ക് കാണത്തില്ല. സോ ലെറ്റ്സ് സീ ഗൈസ്. അപ്പം നമ്മൾ ആദ്യം പോയി ഡിന്നർ കഴിക്കട്ടെ. ഇന്നത്തേക്ക് ഇതോടെ അങ്ങ് വെച്ച് വൈൻഡപ്പ് ചെയ്യാമല്ലോ ഫുഡും കഴിച്ചിട്ട്. കിടിലം ഹോട്ട് ചോക്ലേറ്റ് ആണ്, ഡിസ്ട്രിക്ട് 7 ഹോട്ട് ചോക്ലേറ്റ്. ഇത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഇവിടുത്തെ സ്പൈസി ഹോട്ട് ചോക്ലേറ്റും കിടിലമാണ്. ട്രൈ ബോത്ത് ഗൈസ്. നല്ല തിക്കാണ്, തിക്ക് ആൻഡ് വിത്ത് മാർഷ്മെല്ലോ. കുറച്ച് നാളായി ട്രൈ ആയിട്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട് പോലെയാണ്. എൻ്റെ അമ്മോ, ഓ നമ്മുടെ സ്ഥിരം ഫുഡായിട്ടുള്ള കൊറിയൻ ഫ്രൈഡ് ചിക്കൻ വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ്. ഈ ഒരു സാധനം ഈക്വലി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഗൈസ്. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഓഫ് ഡിസ്ട്രിക്ട് 7. അവരുടെ ഹോട്ട് ചോക്ലേറ്റ് പോലെ ഫേമസ് ആണ് അവരുടെ ഈ ഒരു കൊറിയൻ ചിക്കൻ. ഞാനത് എൻ്റെ വ്ളോഗിൽ തന്നെ കുറേ കാണിച്ചിട്ടുണ്ട്. സൂപ്പർ യമ്മിയാണ് ഗൈസ്. സൂപ്പർ. കുറേ നാളായി കഴിച്ചിട്ട്. പ്ലസ് ഗ്യാസ് ഇല്ലാത്ത സമയത്ത് ഇവർ ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ബോൺലെസ് വെർഷൻ ഇറക്കിയായിരുന്നു. പക്ഷേ എനിക്കത് വർക്കായില്ല. എനിക്ക് ഇത് വിത്ത് ബോണാണ് എനിക്കും കൂടുതൽ ഇഷ്ടം. റിയലി ഗുഡ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ സൂഷി വന്നിരിക്കുകയാണ്. ഡുഡുവിൻ്റെ ഫേവറേറ്റ്, ജുജുവിൻ്റെ ഫേവറേറ്റ്. ഇതെന്താണ്? കുക്കുംബറാണ്, ഫിഷാണത്. വെറൈറ്റി സുഷി, ചില്ലി സോസ് ഒന്നും അല്ലേ? ഹൗസ് ഇറ്റ്? കൊള്ളാവോ? നൈസാണോ? കണ്ടു. അവിടെ തല ഒലിക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോർക്കൊന്നും എടുക്കാൻ വയ്യ ഗൈസ്. ഞാൻ കൈ വെച്ച് സൂഷി എടുക്കുകയാണ്. ഡിപ്പ് ചെയ്യുന്നു, എടുക്കുന്നു. ഇതെന്തോ ചില്ലി സോസാണ് ഗൈസ്. വസാബി ഒന്നും കാണാനില്ല. ലെറ്റ് മീ ട്രൈ. കുഴപ്പമില്ല. നത്തിങ് ഹാസ് റിയലി സ്പൈസി. ഇതിന് കൊടുക്കുന്ന ചില്ലി സോസ് നല്ല എരിവുണ്ട്. റിയലി സ്പൈസി. കൊള്ളാം. ഒരു ചെറിയ കിക്കുണ്ട്. ലെറ്റ് മീ ട്രൈ ദിസ് ഗൈസ്. ഇതിൽ പൈനാപ്പിളും ആപ്പിളും എല്ലാം ഉണ്ട്. ലെറ്റ് മീ ഗൈസ് ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. നോക്കട്ടെ, കൊള്ളാം. ചിക്കൻ എടുക്കുന്നു. കൊള്ളാം, വലിയ കുഴപ്പമില്ല. ചിക്കനിൽ കുറച്ചുകൂടെ മാരിനേഷൻ ആവാം എന്ന് തോന്നുന്നു. വെരി സിമ്പിൾ സാലഡ് ഗൈസ്. എന്തായാലും ഞാൻ കുറച്ച് ഡയറ്റിലാണ്. സോ മാക്സിമം റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യാൻ ഗൈസ്. ഒത്തിരി ഫാറ്റുള്ള ഫുഡും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് ഫൈബർ കയറുമല്ലോ. ലെറ്റ്യൂസും എല്ലാം ഉണ്ട്, ആപ്പിളും പൈനാപ്പിളും എല്ലാം ഉണ്ട്, ചിക്കനും. സോ ഇതെന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനിലാണ്. ഇന്ന് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ സംഭവങ്ങൾ. എല്ലാ പ്രാവശ്യവും വ്ളോഗ് എടുക്കും, ഞാൻ തമ്മിൽ എടുക്കാൻ മറന്നു പോകും ഗൈസ്. പ്രൊഫഷണൽ വ്ളോഗർ ആവേണ്ടിയിരിക്കുന്നു. എനിവേസ് ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോകണം ഗൈസ്. ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഡിസ്ട്രിക്ട് 7 വരുന്നത്. പുതിയ മെനു എന്തായാലും അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് വി വിൽ കം അഗെയിൻ ആൻഡ് എക്സ്പ്ലോർ. അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ടേക്ക് കെയർ. ബൈ. ഡുഡുവിനെ കാണാൻ പറ്റില്ല. ഓക്കെ. ബൈ ഗൈസ്.